10ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള അവസാനത്തെ അധ്യായമാണ് ഊർജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ്. വളരെ എളുപ്പമുള്ളൊരു പാഠം കൂടിയാണിത്. ഇതിൽ നിന്നും 5-6 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വിവിധ ഊർജ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. എനർജി സോഴ്സുകളെ കുറിച്ചിട്ടാണ്. ഇന്ധനങ്ങൾ. അപ്പോൾ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ധാരാളം താപോർജ്ജം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങളെന്ന് വിളിക്കുന്നത്. ഈ ഇന്ധനങ്ങൾ തന്നെ ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് 3 തരത്തിലുണ്ട്. വിറക്, അതുപോലെ ദ്രാവകാവസ്ഥയിലുള്ള മണ്ണെണ്ണ, വാതകാവസ്ഥയിലുള്ള ബയോഗ്യാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഈ നിവർത്തിയ കടലാസ്, അതുപോലെ ചുരുട്ടിയ കടലാസ്, നനഞ്ഞ കടലാസ് തുടങ്ങിയൊക്കെ കത്തിക്കുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ട്. നിവർത്തിയ കടലാസ് എന്ത് ചെയ്യും? വളരെ നന്നായിട്ട് കത്തും. ചുരുട്ടിയ കടലാസ് അത്ര തന്നെ നന്നായിട്ട് കത്തില്ല. നനഞ്ഞ കടലാസ് കത്തുമില്ല, അതുപോലെ പുക ഉണ്ടാവുകയും ചെയ്യും. അപ്പം പൂർണ്ണചലനം, കംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോഴാണ് പുക കുറവുണ്ടാവുക. കംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ അപൂർണ ജ്വലനം, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അപൂർണ ജ്വലനമാണ് നടക്കുന്നതെങ്കിൽ അവ എന്തുണ്ടാവും? പുകയുണ്ടാവും. അത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കും. അപ്പോൾ പൂർണ്ണ ജ്വലനത്തിന് അല്ലെങ്കിൽ കംപ്ലീറ്റ് കമ്പഷന് ആവശ്യമായ ഓക്സിജൻ വേണം. അതിനാവശ്യമായ താപനിലയിലെത്തണം. ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. പൂർണ്ണജ്വലനത്തിൻ്റെ പ്രത്യേകതകളാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നില്ല, താപോർജ്ജം കൂടുതൽ കിട്ടും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾ, നമ്മളെ വാഹനങ്ങളിലും അതുപോലെ വ്യവസായശാലകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ. ഈ കൽക്കരി തന്നെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കൽക്കരിയെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, സേചനം ചെയ്താൽ, ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ, അതുപോലെ കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് പോയിന്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ CNG, LNG, LPG. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNGയും നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. പ്രകൃതി വാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും കഴിയും. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണരൂപം. പെട്രോളിയത്തെ അംശിക സേചനം അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണിത്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഈഥൈൽ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ്. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. LPGയും സുരക്ഷയും. ഇപ്പോൾ LPG സിലിണ്ടറിൻ്റെ മുകളിൽ ചില അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. A മുതൽ 24 എന്നാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ A എന്നും, അതുപോലെ ഏപ്രിൽ മുതൽ ജൂൺ വരെ B എന്നും, C ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും, D ആണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും ഉപയോഗിക്കാമെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് കാണിക്കുന്നത് സിലിണ്ടറിൻ്റെ. 24 എന്നാണെങ്കിൽ 2024 വരെ ഉപയോഗിക്കാം. 31 ആണെങ്കിൽ 2031 വരെ ഉപയോഗിക്കാം എന്നാണ് അർത്ഥം. LPGയുടെ മണം അനുഭവപ്പെടൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിലുണ്ട് എന്നർത്ഥം. LPGയുടെ 2% സാന്നിധ്യം പോലും തീപിടുത്തത്തിന് കാരണമാകാം. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് പോവില്ല. അപ്പോൾ LPGയുടെ വാതകത്തിൻ്റെ മണം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത്. LPG ചോർച്ചയുടെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം ആ സിലിണ്ടർ ചൂടാവുകയും അതിനുള്ളിലുള്ള ദ്രാവക LPG വാതകമാവുകയും ഉള്ളിലെ മർദ്ദം കൂടുകയും ചെയ്യും. അപ്പോൾ വികസിക്കാനുള്ള LPGയുടെ കഴിവ് 250 മടങ്ങാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്ലെവി എന്ന് വിളിക്കുക. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ
ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് പല അപകടങ്ങളും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റെഗുലേറ്ററൊക്കെ ഓഫ് ചെയ്ത്, ഗ്യാസൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ റെഗുലേറ്ററൊക്കെ ഓഫ് ചെയ്ത് സിലിണ്ടർ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക. അഗ്നിശമന സേനയുടെ സഹായം തേടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾ രൂപയുടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അവയൊക്കെ നമ്മൾ ഭാവി തലമുറയ്ക്ക് കൂടി കരുതി വെക്കേണ്ടതുണ്ട്. ബയോമാസ് അല്ലേ, വിറക്, അതുപോലെ ചാണകവരളി എന്നിവ പുരാതന കാലം മുതൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ്. ഇവ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നവയായതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നതിന് ബയോമാസ് എന്ന് വിളിക്കുന്നത്. ഇവ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ബയോഗ്യാസ്, അപ്പം ഈ ബയോമാസിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണമാണ്. ആ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബയോഗ്യാസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗ്യാസ് പ്ലാന്റിൽ ഓക്സിജൻ്റെ അഭാവത്തിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് ബയോഗ്യാസ് ഉണ്ടാവും. ഇത് പ്രധാന ഘടകം മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇതിൽ പുറന്തള്ളുന്ന സ്ലറി നല്ലൊരു വളമാണ്. ബയോമാസിനെ ബയോഗ്യാസാക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ലഭിക്കുന്നതെന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യും. ഇന്ധനക്ഷമത, ഫ്യൂവൽ എഫിഷ്യൻസി, പലതരത്തിലുള്ള ഇന്ധനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. എന്നിരുന്നാലും ഏറ്റവും നല്ല ഇന്ധനം കണ്ടെത്തേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേം കൊണ്ടുവരികയാണ് കലോറിക മൂല്യം, കലോറിഫിക് വാല്യൂ. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായിട്ട് കത്തുന്ന സമയത്ത് പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ ഹീറ്റ് എനർജിയുടെ അളവാണ് ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 കിലോഗ്രാം ഇന്ധനം കത്തുന്ന സമയത്ത് പുറത്തുവിടുന്ന ഹീറ്റ് എനർജിയുടെ അളവ്, ഇതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, കലോറിക മൂല്യമുള്ളത്. പക്ഷേ ഹൈഡ്രജൻ നമ്മൾ പലപ്പോഴും എന്തായിട്ട് ഉപയോഗിക്കാറില്ല, ഒരു ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാറില്ല. എളുപ്പം തീ പിടിക്കും, സ്ഫോടക സ്വഭാവമുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈഡ്രജൻ ഓക്സിജനൊക്കെ സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്ഫോടന സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കാത്തത്, നമ്മുടെ വീടുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഒരു നല്ല ഇന്ധനത്തിനുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നറിയോ? എളുപ്പം ലഭ്യമാകണം, ചിലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ച് വയ്ക്കാൻ പര്യാപ്തമായിരിക്കണം അല്ലേ. അതുപോലെ ദ്രവ്യ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലേ, ഡാം കെട്ടി നിർത്തി ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് വഴി പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ സ്ഥിതികോർജ്ജം എന്തായിട്ട് മാറുന്നു? ഗതികോർജ്ജമായിട്ട് മാറുകയും യാന്ത്രികോർജ്ജമായിട്ട് വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുക. തെർമൽ പവർ സ്റ്റേഷനിൽ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തിച്ചിട്ടാണ് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കി മാറ്റും. നീരാവി ശക്തിയായിട്ട് ഉപയോഗിച്ചിട്ടാണ് നീരാവിയുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് ടർബൈൻ കറക്കി ഉപയോഗിക്കുന്നത്. നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. പിന്നെ സൗരോർജ്ജം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതോർജ്ജം, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. ഇതൊരു PN ജംഗ്ഷൻ ഡയോഡാണ്, PN സന്ധി ഡയോഡാണെന്ന് പറയാം. ഇതിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം, നെഗറ്റീവ് ഭാഗത്ത്, N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുന്ന സമയത്ത് P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം. ഈ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം എന്ന് പറയുന്നത്. ഇതൊന്നും ചോദിച്ചിട്ടില്ല പരീക്ഷയ്ക്ക്, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് ബാറ്ററികൾ സംഭരിച്ച് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഈ സോളാർ സെല്ലിൻ്റെ ഒരു കൂട്ടത്തെ, ഒരു സോളാർ സെല്ലിൽ നിന്ന് വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അനേകം സോളാർ സെല്ലുകൾ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളാർ പാനൽ എന്ന് പറയുന്നത് അല്ലേ. സോളാർ പാനൽ ഉപയോഗിക്കുന്നത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൊക്കെ ഇങ്ങനെ സൗരോർജ്ജ പവർ പ്ലാന്റുകളുണ്ട്. സൗരോർജ്ജത്തിൽ നിന്ന് താപോർജ്ജം അല്ലേ, അത് കുക്കർ, സോളാർ കുക്കർ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ലോഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ബോക്സ് എടുക്കുന്നു, അതിൻ്റെ പുറത്ത് കറുത്ത പെയിൻ്റ് അടിക്കുന്നു, ബോക്സിന് ഗ്ലാസിൻ്റെ മൂടി കൊടുക്കുന്നു, ഗ്ലാസ്സിന് പുറത്തായിട്ടൊരു ദർപ്പണം അല്ലെങ്കിൽ മിറർ വയ്ക്കുന്നു, എന്നിട്ട് അതിനുള്ളിലൊരു ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രം വയ്ക്കുന്നു, അതിൻ്റെ പുറം ഭാഗം കറുത്ത പെയിൻ്റ് അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം റിഫ്ലക്റ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണ പദാർത്ഥം ചൂടാവുകയും വെള്ളം തിളപ്പിക്കാനും ചോറുണ്ടാക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതുപോലെ സോളാർ വാട്ടർ ഹീറ്റർ, വെള്ളം തിളപ്പിക്കാനുള്ള സൗരോർജ്ജം ഉപയോഗിക്കുന്നതാണ്. സോളാർ തെർമൽ പവർ പ്ലാന്റ്, അതായത് കോൺകേവ്
മിററുകൾ ഉപയോഗിച്ച്, റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മിയിലെ കറുത്ത പെയിൻ്റ് അടിച്ചതും ജലം നിറച്ചതുമായ പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള ജലം തിളച്ച് നീരാവിയാകുന്നു. നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. രാജസ്ഥാനിൽ ഇങ്ങനത്തെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം നമുക്കറിയാം. കാറ്റിൽ നിന്ന് കാറ്റാടി പാടങ്ങളുണ്ട് അല്ലേ? അവിടെ കാറ്റടിക്കുന്ന സമയത്ത് ധാരാളം കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് കാറ്റാടി വിൻഡ് മില്ലുകൾ സ്ഥാപിച്ച് ചെറിയ ചെറിയ ജനറേറ്ററുകൾ കറക്കി ധാരാളം വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കടലിൽ നിന്നുള്ള ഊർജ്ജം, തിരമാല, വേലിയേറ്റം, സമുദ്രതാപം എന്നിവ സമുദ്രത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കാൻ സാധിക്കുന്ന പ്രതിഭാസങ്ങളാണ്. വേലിയേറ്റ ഊർജ്ജം, വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് കടലിലെ ജലം വല്ലാതെ മുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഭാഗത്ത് എന്ത് ചെയ്യാം, ഒരു ടർബൈൻ വെച്ച് അവിടെ ആർമേച്ചർ കറക്കി വൈദ്യുതി ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തിരമാലയിൽ ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. സമുദ്ര താപോർജ്ജം, സമുദ്രത്തിൻ്റെ ഉപരിതലം സൂര്യരശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും. എന്നാൽ വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, സമുദ്ര താപോർജ്ജത്തെ ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ടാങ്കുകൾ എടുക്കുന്ന ടാങ്കിൽ അമോണിയയാണ് ഉപയോഗിക്കുക. അമോണിയ പെട്ടെന്ന് തിളച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നീരാവിയായിട്ട് നീരാവി മീൻസ് എന്തായിട്ട് മാറും, അതിൻ്റെ ബാഷ്പീകരിച്ച് അല്ലെ, അമോണിയ ബാഷ്പീകരിച്ച് അതിൻ്റെ വാതകാവസ്ഥയിലേക്ക് എത്തുന്നു. ആ വാതകം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. അതിന് ശേഷം ആ അമോണിയയെ നമ്മൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് അല്ലെ കുറച്ചും കൂടി താഴെ ഭാഗത്തേക്ക് കടത്തിവിടുന്നു. അപ്പോൾ അത് തണുക്കുകയും അത് വീണ്ടും ദ്രാവകമാവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം, വൈദ്യുതി ഉണ്ടാക്കാം. അതുപോലെ ജിയോ തെർമൽ എനർജി, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടത്, ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസയോഗ്യമെങ്കിലും അതിൻ്റെ ഉൾഭാഗം എപ്പോഴും ചിലപ്പോൾ ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളുടെ കോറിന് പുറത്തു വരും. ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട്. ഇവിടെ ഭൂഗർഭജലം, ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായി മാറും. അപ്പോൾ പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവി പാറ തുളച്ച് പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ കേരളത്തിലൊന്നും ഇങ്ങനത്തെ ഇതില്ല. ഇത് അടുത്തത് ഊർജം ന്യൂക്ലിയസിൽ നിന്ന്. ഇവിടെ ആറ്റം ബോംബിൻ്റെയൊക്കെ പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിൽ നിന്ന് വൈദ്യുതി നമുക്ക് ഊർജ്ജം രൂപപ്പെടുത്താം. ഒന്ന് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് വലിയൊരു ന്യൂക്ലിയസിനെ വിഭജിച്ച് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ധാരാളം ഊർജ്ജം കിട്ടും. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ന്യൂക്ലിയസുകളെ കൂട്ടി യോജിപ്പിച്ച് വലിയൊരു ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, വലിയൊരു ഊർജ്ജം കിട്ടും. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം കൂടിയാണ്. ഈ ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലൊക്കെ ഇന്ധനം ഉണ്ടാക്കും. അവിടെ ഒക്കെ ഊർജ്ജം ഉണ്ടാക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് ഹീലിയം ന്യൂക്ലിയസുകളായിട്ട് മാറുന്നു. അങ്ങനെയാണ് അവിടെ ഊർജ്ജം ഉണ്ടാകുന്നത്, വളരെയധികം ഊർജ്ജം കിട്ടുന്നത് അല്ലേ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആണവ ദുരന്തങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ആണവ വികിരണത്തെ ജാഗ്രതപ്പെടുത്തുന്ന ഒരു ചിഹ്നം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ, സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചവ തുടങ്ങിയതിലേക്ക് മാറുക, അധികാരിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, ആണവ വികിരണ ജാഗ്രത ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക, ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനസാന്ദ്രത കുറയ്ക്കുക, ആവശ്യമെങ്കിൽ പൊട്ടാസ്യം ആഡഡ് ഗുളികകൾ അല്ലെങ്കിൽ അയഡിൻ ധാരാളം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചില ഊർജ്ജ സ്രോതസ്സുകൾ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകും. ചിലത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതല്ല. ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ തീർന്നത് തന്നെയാണ്, പിന്നെ ഉണ്ടാവാൻ കുറേ കാലങ്ങളെടുക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് വിളിക്കുക. എന്നാൽ പ്രകൃതിദത്ത സ്രോതസ്സുകളായ സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിനാൽ അവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇവ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. എന്നാൽ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതക, ന്യൂക്ലിയർ ഊർജ്ജം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത
ഊർജ്ജ സ്രോതസ്സുകളാണ്. അവ പരിസ്ഥിതിക്ക് ഹാനികരവുമാണ്. ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാതരം ഊർജ്ജങ്ങളും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജ്ജമായി പരിഗണിക്കുന്നു. ഇതിനെ ക്ലീൻ എനർജി എന്നും പറയാറുണ്ട്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി എന്നിവ തുടങ്ങിയ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഊർജ്ജ പ്രതിസന്ധി. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ഊർജ്ജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധി. അപ്പോൾ ആവശ്യകത കൂടുകയാണ്, പക്ഷേ അതിൻ്റെ ലഭ്യത എന്താണ്? കുറയുകയാണ്. അപ്പോൾ ഊർജ്ജം യുക്തിസഹമായി ഉപയോഗിക്കണം. സൗരോർജ്ജം പരമാവധി ഉപയോഗപ്പെടുത്തുക. പാഴായി പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ എഴുതി വയ്ക്കാം. പൊതു യാത്രാ സൗകര്യം കഴിയുന്നത്ര ഉപയോഗിക്കുക. വീടുകളും സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കുന്നതും പുതുതായി നിർമ്മിക്കുന്നതും ഊർജ്ജ സംരക്ഷണ കാഴ്ചപ്പാടോടുകൂടിയായിരിക്കണം. തെരുവിളക്കുകൾ LDRകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. അതായത് പകൽ സമയത്ത് തെരുവിളകൾ കത്തേണ്ട ആവശ്യമില്ല, അല്ല, രാത്രി മാത്രം കത്തിയാൽ മതി. യന്ത്രങ്ങൾക്ക് യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുക. പുതിയ വീട് നിർമ്മിക്കുമ്പോൾ വലിപ്പം പരിമിതപ്പെടുത്തുക. ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ക്ഷമത കൂടിയതാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ള ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മളിപ്പോൾ ഒരു റിവിഷൻ നടത്തി കഴിഞ്ഞു. ഏതായാലും നല്ല രീതിയിൽ ഈ പ്രവേശന പരീക്ഷ നിങ്ങൾ എഴുതുക. നല്ല രീതിയിൽ വായിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.